Hi friends, welcome to my channel. It's me PRAMEESHA. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ktet ഉം PSC ഒക്കെ എഴുതുന്നവർക്കായി കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ഡെഫിനിഷൻസും ഒക്കെ നോക്കാം. അപ്പോൾ അതിനു മുൻപായിട്ട് ktet എഴുതുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ ഫാഷൻ ഡിസൈനിങ് സിലബസുമായി ബന്ധപ്പെട്ട് എവിടെ നിന്ന് എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഈ കഴിഞ്ഞ PSCക്ക് ഇതുവരെ ഉണ്ടായിരുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒഴിവാക്കിയിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യാതെ പുതിയതായിട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എംബ്രോയിഡറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഷേഡോ വർക്കിനോടനുബന്ധിച്ച് ഐലറ്റ് ഹോൾ ഓർ ബട്ടൺ ഹോൾ തയ്ക്കുന്നതിന് ഡാഷ് എന്ന് പറയുന്നു. ഹൂൾ. പാവപ്പെട്ടവൻ്റെ കമ്പിളി എന്നറിയപ്പെടുന്ന തുണി ബംഗാൾ കാന്ത. തുടങ്ങിയ സ്ഥാനത്തു തന്നെ തയ്യൽ അവസാനിപ്പിച്ചു നിർത്തുന്ന എംബ്രോയിഡറി കച്ച് വർക്ക്. ചിത്രങ്ങൾ മുൻകൂട്ടി വരയ്ക്കാതെ ഓർമ്മകളിലൂടെയും നിരീക്ഷണത്തിലൂടെയും വികസിപ്പിച്ചെടുത്ത് വരച്ചെടുക്കുന്ന എംബ്രോയിഡറി ബംഗാൾ കാന്ത. തുണി ഡൈ ചെയ്യുന്നതിന് മുൻപായി നടത്തുന്ന പ്രോസസ്സ് എത്ര വിധം? 3 വിധം. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് ഡി സൈസിങ്. അപ്പോൾ സൈസിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തുണിയിൽ പശ ചേർക്കുന്ന പ്രക്രിയയാണ് അല്ലേ. അപ്പോൾ ഡി സൈസിങ് എന്ന് വെച്ചാൽ തുണിയിലുള്ള പശ നീക്കം ചെയ്യുന്ന പ്രക്രിയ. ദെൻ സോറിങ്. സോറിങ് എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാരണം മലയാളം ഇപ്പം മീഡിയം മലയാളം ആയതുകൊണ്ട് തന്നെ പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അവരിപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ സ്കവറിങ് എന്ന് ഞാൻ കണ്ടിരുന്നു ഏതോ ഒരു ക്വസ്റ്റ്യൻസിൽ സ്കവറിങ്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ സോറിങ് എന്ന് പറയുന്നത് തന്നെയാണ് സ്കവറിങ് എന്നുള്ളത്. അപ്പോൾ അത് തുണിയിലുള്ള അഴുക്കും മെഴുക്കും നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ്. ദെൻ ബ്ലീച്ചിങ്. അതും നമുക്കറിയാവുന്നതാണ്. തുണിയിലെ പ്രകൃതിദത്ത നിറം കളഞ്ഞ് വെളുപ്പിക്കുന്ന പ്രക്രിയ. അപ്പോൾ ഈ 3 വിധം പ്രോസസ്സാണ് തുണി ഡൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നടത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസൈൻ ആവശ്യമുള്ള സ്ഥലത്ത് മെഴുക് പുരട്ടിയതിന് ശേഷം ഡൈ ചെയ്യുന്ന മെത്തേഡ് ബാത്തിക് പ്രിൻറ്റിങ്. അതായത് കോൾഡ് ഡൈ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. കോൾഡ് ഡൈ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. കാരണം ബാത്തിക് പ്രിൻറ്റിങ്ങിൽ ഡിസൈൻ വരച്ചെടുക്കുന്നത് മെഴുക് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അത് ഹോട്ട് ഡൈയിലാണ് ഡിപ്പ് ചെയ്യുന്നതെങ്കിൽ ആ മെഴുക് ഉരുകിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് അതിന് കോൾഡ് ഡൈ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതുമായിട്ട് ബാത്തിക് പ്രിൻറ്റിങ്ങായിട്ട് ബന്ധപ്പെട്ട് 2 കാര്യങ്ങളും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബാത്തിക് പ്രിൻറ്റിങ് ചെയ്യുമ്പോൾ എക്സോസ്റ്റിംഗ് ഏജൻ്റായിട്ട്, അതായത് എക്സോസ്റ്റിംഗ് ഏജൻ്റ് എന്ന് വെച്ചാൽ ഡൈ തുണിയിലേക്ക് വലിച്ചെടുക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് സോഡിയം ക്ലോറൈഡാണ്, അതായത് നമ്മുടെ കറിയുപ്പ്. അതുപോലെ തന്നെ ലെവലിംഗ് ഏജൻ്റായിട്ട്, അതായത് ഡൈ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ നിലനിർത്തുന്നതിന് സോഡിയം കാർബണേറ്റും, അതായത് അലക്കുകാരവും ഉപയോഗിക്കുന്നു. അപ്പോൾ അത് രണ്ടും ഓർത്ത് വെക്കുക. എക്സോസ്റ്റിംഗ് ഏജൻ്റായിട്ട് സോഡിയം ക്ലോറൈഡും ലെവലിംഗ് ഏജൻ്റായിട്ട് സോഡിയം കാർബണേറ്റും. ഓക്കെ. അടുത്തത്, വസ്ത്രങ്ങളിൽ പ്രിൻറ്റിങ് ചെയ്തതിന് ശേഷം നിറം മറ്റു ഭാഗങ്ങളിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വസ്ത്രത്തെ സ്റ്റീം ചെയ്യുന്ന പ്രക്രിയ ക്യൂറിങ്. വസ്ത്രത്തിൻ്റെ ബാഹ്യരൂപം അഥവാ അതിര് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിൽഹൗട്ട്. ഫാഷനിൽ സിൽഹൗട്ട് എന്ന പേര് കൊണ്ട് അർത്ഥമാക്കുന്നത് ഷേപ്പ്. ദെൻ വെൽവെറ്റ് തുണിയിൽ കളർ റെൻഡറിങ്ങിനായി ഉപയോഗിക്കുന്നത് ഡാഷ് ആണ് ഫെൽറ്റ് പെൻ. അതായത് കളർ റെൻഡറിങ് എന്ന് വെച്ചാൽ ഒരു വസ്ത്രം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന തുണിയുടെ ടെക്സ്ചർ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നതിനായി അനുയോജ്യമായ രീതിയിൽ നിറം കൊടുക്കുന്നതിനെയാണ് കളർ റെൻഡറിങ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.